വെൽക്കം ടു ഗ്രേഡിയന്റ്. നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? മെറ്റൽ എന്ന് പറയുന്ന വസ്തുക്കൾ അല്ലെ, അതിന് ഒരുപാട് യൂസസ് ഉണ്ട്. അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ പറയുന്ന മെറ്റൽ നമ്മുടെ പ്രകൃതിയിൽ നേരെ അല്ലെ, നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോമിലല്ല കാണുന്നത്. പകരം എങ്ങനെയാണ് കാണുന്നത്? മെറ്റൽ മറ്റാരെങ്കിലുമായിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ മെറ്റല് പാറകൾക്കകത്ത് മിക്സ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ മിനറൽ എന്നും, നല്ല അളവിൽ മെറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മിനറൽ അല്ലെങ്കിൽ മെറ്റലിന്റെ ഓർ ആണെന്നൊക്കെ പറയും. അപ്പൊ ഈ പറയുന്ന ഓറ് നമ്മൾ ഇതിനെ കുഴിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് മണ്ണും പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന മണ്ണും പൊടിയും അഴുക്കും ഒക്കെ മാറ്റി എർത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറഞ്ഞ് പഠിച്ചത് അല്ലെ. എന്തുവാണ്? അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്? മെറ്റലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക, അപ്പം ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ എടുത്ത് കളയുക അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്രോസസ്സ് അപ്പൊ ഖനനം ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് മണ്ണ്, മണൽ പോലെയുള്ള ധാരാളം ഭൗമ മാലിന്യങ്ങൾ കാണും. അതിനെ മാറ്റി എങ്ങനെ കഴുകി മാറ്റും, അല്ലെങ്കിൽ ഫ്രോത്ത് സോപ്പിട്ട് കഴുകി, ഫ്ലോട്ടേഷൻ, സർഫിട്ട് കഴുകും എന്നൊക്കെ ഞാൻ പറഞ്ഞു ഓർമ്മയില്ലേ. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി കഴുകി മാറ്റി മെറ്റലായിട്ടുള്ളവർ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ലീച്ചിങ് ഒക്കെ ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി കഴുകി മിനുക്കി വെച്ചിരിക്കുന്ന മെറ്റൽ. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ആ മെറ്റലിനോടൊപ്പം വേറെ ആരൊക്കെയോ ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അതായത് കെമിക്കലി റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴി മറ്റാരൊക്കെയോ ചേർന്നാണ് ഇപ്പൊ മെറ്റൽ ഇരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, നമുക്ക് അവൻ ഒറ്റയ്ക്ക് മതി. അപ്പൊ ഈ ആവശ്യമില്ലാതെ പറ്റിപ്പിടിച്ചിരിക്കുന്നവന്മാരെ നമുക്ക് എന്ത് ചെയ്യണം? പുറത്താക്കണ്ടേ. അപ്പൊ പുറത്താക്കുന്നതിനാണ് നമ്മൾ എന്ത് കളിക്കുന്നത്? എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ അല്ലെ. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത കഴുകി സുന്ദരനാക്കി വെച്ചേക്കുന്ന മെറ്റലിൽ നിന്നും ആവശ്യമില്ലാത്തവരൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? പുറത്ത് കളയണം. അപ്പൊ എങ്ങനെയാണ് നമ്മളത് കളയാനായിട്ട് പോകുന്നത്? അപ്പൊ അത് കളയണമെങ്കിൽ നമ്മൾ ഇവര് തമ്മിലുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞിരിക്കണം. ഇവർ തമ്മിലുള്ള ബന്ധം ദൃഢമായ ബന്ധമാണെങ്കിൽ അത്ര എളുപ്പമൊന്നും അവരെ മാറ്റുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പൊ നമുക്കറിയാം ഈ മെറ്റലുകളുടെ സ്വഭാവത്തിന് നമ്മൾ മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു വെച്ചേക്കാണ്. അതായത് ചില മെറ്റലുകൾ ഹൈലി റിയാക്റ്റീവ് ആണ്, ചിലർ മോഡറേറ്റ് ആണ്, ചിലരാണെങ്കിൽ ഒട്ടും റിയാക്ട് ചെയ്യാത്തവരും. അപ്പൊ മെറ്റൽസിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ. അടുത്ത്, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ. അടുത്ത്, ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ എന്ന് മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെ തിരിക്കാം? റിയാക്ടിവിറ്റി സീരീസ് ഓർമ്മയുണ്ടാകുമല്ലോ. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ നമ്മൾ മെറ്റലുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് നമ്മൾ മെറ്റലുകളെ എത്രയായിട്ട് തിരിച്ചു? മൂന്നായിട്ട് തിരിച്ചു. ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ് റിയാക്റ്റീവ്, ലീസ്റ്റ് റിയാക്റ്റീവ്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം പോലെയുള്ള ഒരു ഹൈലി റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ഇവര് മറ്റൊരാളെ കാണാൻ ഓക്സിജൻ പോലെയുള്ള, സൾഫർ പോലെയുള്ള ആരെങ്കിലും കാണാൻ കാത്തിരിക്കുകയാണ്. മണ്ണിനകത്ത് ആവശ്യം പോലെ അവരുണ്ടല്ലോ, കണ്ടുടനെ അവരുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകളൊക്കെ ഫോം ചെയ്ത് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. പക്ഷെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എന്താണ്? ഹൈലി സ്റ്റേബിൾ ആണ്. സോ അവരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പരിപാടി. എന്നാൽ സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് പോലെ ഉണ്ടാകും. ഇവരുടെ പ്രത്യേകത എന്താ? അവര് റിയാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് താൻ, എന്നാൽ അത്ര റിയാക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പൊ വേണമെങ്കിൽ ഒന്ന് നിർബന്ധിച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റേബിൾ ആയിട്ടുള്ളവരെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ശ്രമിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് പോലെയുള്ളത്, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ഇവർ അങ്ങനെ റിയാക്റ്റീവ് ഒന്നുമല്ല. പ്രകൃതിയിൽ തന്നെ എന്ത് ചെയ്യും അല്ലെ, മണ്ണിനകത്താണ് കിടക്കുന്നതെങ്കിൽ അവരവരെ പാട് നോക്കി ഇങ്ങനെ വിടാതെ ഇരിക്കുന്നവരാണ് ഈ പറയുന്ന കോപ്പർ, മെറ്റൽ, സിൽവർ, ഗോൾഡ് പോലെയുള്ള എന്താണ് ഹൈലി അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇവർ മൂന്ന് പേരെയും നമുക്ക് മൂന്ന് തരത്തിൽ വേണം എന്ത് ചെയ്യാൻ? മാറ്റിയെടുക്കാം. അതായത് സിമ്പിൾ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ലീസ്റ്റ് റിയാക്റ്റീവ് ആയ ആൾക്കാരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ആവശ്യമില്ലാത്ത ആൾക്കാരെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഗോൾഡ്, സിൽവർ, കോപ്പർ ഒക്കെ ആണെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഏതാണ് മെയിൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണും. കണ്ടീഷൻ ഇല്ല അല്ല, എന്നാലും മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സിങ്ക്, അയൺ, ലെഡ് ആണെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. പൊട്ടാസ്യം, സോഡിയം ഒക്കെ ആണെങ്കിൽ നല്ലോണം പണിയുണ്ട്. നമ്മൾ കറണ്ട് ഒക്കെ കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ? അവരെ മാറ്റിയെടുക്കാൻ. അപ്പൊ പിടികിട്ടിയല്ലോ. അപ്പൊ മെറ്റലുകളുടെ അവരുടെ റിയാക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ആ റിയാക്ടിവിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയാശീല ശ്രേണി അതായത് റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് ഈ പറയുന്ന ആദ്യം കാണുന്ന ആൾക്കാർ എന്താണ്? ഉയർന്ന ക്രിയാശീലവും അതുപോലെ സ്ഥിരതയുള്ള കോമ്പൗണ്ടുകൾ ഇവർ നിർമ്മിക്കും. അപ്പൊ ഇവരെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇവരാണെങ്കിൽ താരതമ്യേന കുറച്ചാണ് എന്താണ് മിതമായിട്ടുള്ള ക്രിയാശീലത ഉള്ളവർ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഉള്ളവരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ എളുപ്പമുള്ളവരിൽ നിന്നും തുടങ്ങാം. ഈ മെർക്കുറി, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ് പോലെയുള്ളവരെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്ത് ചെയ്താൽ മതി? കൺട്രോൾഡ് ഹീറ്റിംഗ് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോപ്പറും, സിൽവറും, ഗോൾഡും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റലാണ് മെർക്കുറി എന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓർത്തു വെച്ചു, ഈ മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HG. ഈ മെർക്കുറി സൾഫറുമായിട്ട് ചേർന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെ നമ്മൾ സിനബാർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിനബാർ എന്ന് വിളിക്കും. അപ്പൊ മെർക്കുറിയുടെ അയിര് അല്ലെങ്കിൽ മെർക്കുറിയുടെ ഓറിന്റെ പേരാണെന്ത്? സിനബാർ. എന്തുവാണ്? സിനബാർ. ഓക്കെ, കാണാതെ ഒന്നും പഠിക്കണ്ട, ഞാൻ പറഞ്ഞു തന്നതാണ് സിനബാർ.
ഈ സിനബാറിനെ നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട് HGS നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ അങ്ങോട്ട് എന്ത് ചെയ്യും, ചൂടാക്കും. ഇതിനാണ് കൺട്രോൾഡ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഓക്സിജന്റെ ചൂടിന്റെ അളവൊക്കെ ലിമിറ്റ് ചെയ്യും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും, സൾഫർ തന്നെ അങ്ങ് ഉപേക്ഷിക്കും. ഇനി ഈ ഓക്സിജനെ മാറ്റാൻ വീണ്ടും നമ്മൾ അങ്ങോട്ട് ചൂടാക്കിയാൽ മതി. എന്ത് പറ്റും, ഈ പറയുന്ന മെർക്കുറി എന്ന് പറയുന്ന ആള് ഇവിടുന്ന് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് പുറത്തോട്ട് പോകും. ആ വേപ്പറിനെ തണുപ്പിച്ചെടുത്ത് നമുക്ക് മെറ്റൽ കിട്ടും. സിമ്പിൾ പരിപാടി തീർന്നു. അതാണ് പറയുന്നത്. മെർക്കുറി ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓർ ബൈ കൺട്രോൾഡ് ഹീറ്റിംഗ്. സെറ്റാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർ ആരൊക്കെ, നമ്മൾ ഈ പറയുന്ന സിങ്ക്, അയണും അതുപോലെ ടിന്നും ലെഡും പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. അപ്പൊ എന്താ പണിയെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പണി മനസ്സിലാക്കുക. ഇവരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവരെ അവരുടെ ഓക്സൈഡുകളാക്കി മാറ്റണം. മറ്റുള്ളവരെയൊക്കെ കളഞ്ഞിട്ട് കാർബൺ മറ്റവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ഓക്സൈഡുകൾ മാത്രമാക്കി മാറ്റണം. എന്നിട്ട് അതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും അല്ലെ. എന്തെന്ന് പറയും, റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ അവർ ഓക്സൈഡ് ആക്കി മാറ്റും, എന്നിട്ട് അവർ നമ്മൾ റിഡ്യൂസ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. അപ്പൊ അതത്ര സിമ്പിൾ പരിപാടിയല്ലേ. അപ്പൊ 2 സ്റ്റെപ്പ്. അപ്പൊ നോക്കിക്കോ, കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് റിയാക്ടിവിറ്റി ഉള്ള മെറ്റലുകളെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്ക് കാർബണേറ്റ്, സിങ്ക് സൾഫൈഡ്, അയൺ ഓക്സൈഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന എന്തുവാണ് ടിന്നിന്റെ ഓക്സൈഡ്, ലെഡ് സൾഫൈഡ് ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. സോ നമ്മൾ 2 സ്റ്റേജ് നടത്തും. ഫസ്റ്റ് സ്റ്റേജ് എന്താ, കൺവേർഷൻ ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതിനെ ആദ്യം നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പോൾ ഓക്സൈഡ് ആക്കി മാറ്റുന്നതും 2 പ്രക്രിയയിലൂടെയാണ്. ഒന്ന് കാൽസിനേഷൻ വഴി, മറ്റൊന്ന് റോസ്റ്റിംഗ് വഴി. എന്താ നമ്മൾ പറഞ്ഞുതരാം. അടുത്ത് അങ്ങനെ ഓക്സൈഡ് ആയല്ലോ, ഈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓക്സൈഡ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ റിഡക്ഷൻ ഓഫ് ദ ഓർ. അങ്ങനെ റെഡ്യൂസും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള എന്തിനെ കിട്ടുന്നത്, മെറ്റലിനെ കിട്ടുന്നത്. സെറ്റ് അല്ലേ. നമുക്കപ്പോൾ പരിപാടി തുടങ്ങാമല്ലോ. അപ്പൊ നോക്കിക്കോ, മലയാളത്തിൽ മാറ്റമൊന്നുമില്ല അല്ലെ. മെർക്കുറി പോലുള്ള അയിരുകൾ എന്താണ്, നിയന്ത്രിത രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. എന്നാൽ താരതമ്യേന മിതമായ ക്രിയാശീലതയുള്ള ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ട് അല്ലെ, 2 പ്രോസസ് ഉണ്ട്. ഒന്ന് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക, അടുത്ത് എന്തുവാണ്. അപ്പൊ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് 2 രീതിയിലാണ്. ഒന്ന് കാൽസിനേഷൻ വഴി, മറ്റൊന്ന് റോസ്റ്റിംഗ് വഴി. അടുത്ത് വരുന്നതാണ് എന്ത്, ഓക്സൈഡൈസ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുക, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ മെത്തേഡിലോട്ട് പോകാം. ഫസ്റ്റ് അപ്പൊ പറയുന്ന പരിപാടിയാണ് എന്ത്, കാൽസിനേഷൻ. അപ്പൊ എന്താണ് ഈ പറയുന്ന, അപ്പൊ എന്താണ് കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡിനകത്താണ് നമ്മൾ എന്ത് വരുന്നത്, കാൽസിനേഷൻ വരുന്നത്. അപ്പൊ അതിന് മുമ്പ് നോട്ട് ഒന്ന് നോക്കണ്ടേ നിങ്ങൾക്ക്, എന്താ നോക്കിക്കോടാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ച അത്രയും കാര്യങ്ങളെ സിംപ്ലിഫൈ ചെയ്ത ഒറ്റ ചെറിയ നോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമ്മൾ ആദ്യം മെറ്റലിനെ എന്ത് ചെയ്യും, ഈ പറയുന്ന റിയാക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തി 3 ആക്കി തിരിക്കുന്നു. ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ് റിയാക്റ്റീവ്, ലീസ്റ്റ് റിയാക്റ്റീവ്. ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. എന്താണ്, സിമ്പിൾ ആയിട്ടൊന്നും നമുക്ക് ട്രഡീഷണൽ മെത്തേഡിലൂടെ അവരെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ കറണ്ട് ഒക്കെ കൊടുത്ത് ഇലക്ട്രോളിസിസ് ചെയ്തിട്ടായിരിക്കും ഹൈലി റിയാക്റ്റീവ് ആയി അവർ മാറ്റുന്നത്. എന്നാൽ മോഡറേറ്റ് റിയാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അവർ എന്ത് ചെയ്യാം, ആദ്യം അതിനെ ഓക്സൈഡിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി എടുക്കാം. ഇനി ലീസ്റ്റ് റിയാക്റ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, നമ്മൾ കൺട്രോൾഡ് ഹീറ്റിംഗ് വഴി മാറ്റാൻ പറ്റും. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് ചാപ്റ്റർ ഏതാണ് തീരാറാകുമ്പോൾ ഞാൻ നോട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതേ തൽക്കാലം സാധിക്കുള്ളൂ, സമയക്കുറവാണ് കാര്യം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മോഡറേറ്റ്ലി ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാൻ 2 മെത്തേഡാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് 2 സ്റ്റെപ്പാണുള്ളത്. അതിൽ ആദ്യം അവർ ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പൊ ഓക്സൈഡ് ആക്കി എങ്ങനെ മാറ്റാം, അപ്പൊ എന്ത് ടൈപ്പ് ആൾക്കാരാണ് അകത്തുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന്, ഓക്സിജൻ ഉള്ള ആൾക്കാരാണെങ്കിൽ കാൽസിനേഷൻ വഴി മാറ്റും. ഓക്സിജൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് വഴി മാറ്റും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ, നോക്കടാ. കാർബണേറ്റുകളും അതുപോലെ ഹൈഡ്രോക്സൈഡുകളുമാണ് കലർന്നിരിക്കുന്നതെങ്കിൽ മെറ്റലിനോടൊപ്പം, അല്ലെങ്കിൽ മെറ്റല് റിയാക്ട് ചെയ്ത് മെറ്റൽ കാർബണേറ്റോ, ഇപ്പൊ കണ്ടോ CaCO3 അല്ലെങ്കിൽ ZnCO3 കാർബണേറ്റ് ആണ്. അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് FeOH ട്വൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അല്ലേ, നമുക്ക് പഠിക്കേണ്ട, അറിഞ്ഞു വെച്ചാൽ മതി. ഹൈഡ്രോക്സൈഡുകളായിട്ടാണോ മെറ്റൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവരെ മാറ്റും. അതായത് ഈ പറയുന്ന കാർബണേറ്റ് ആയാലും ഹൈഡ്രോക്സൈഡ് ആയാലും അതിനകത്ത് എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വിട്ടാൽ അവന്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓക്സിജൻ കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഓക്സിജന്റെ ആബ്സെൻസിൽ, എയറിനകത്താണല്ലോ ഓക്സിജൻ ഇരിക്കുന്നത്, അപ്പൊ ഓക്സിജന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ഇവരെ മെൽറ്റിംഗ് പോയിന്റിലേക്ക് ചൂടാക്കുന്ന പരിപാടിയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കും. അപ്പൊ മനസ്സിലാക്കണം, മെറ്റല് അതിന്റെ കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി മിനുക്കി വെച്ചേക്കുന്ന മെറ്റൽ അതിന്റെ
നോക്കിയപ്പോ മെറ്റല് കാർബണേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോക്സൈഡ് ആയിട്ടോ. അപ്പോൾ കാർബണേറ്റ് ആകുമ്പോൾ CO3, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ OH ആയിട്ടാണോ ചേർന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇനിയും വീണ്ടും ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി കഴിഞ്ഞാൽ ഓക്സിജൻ കൂടത്തേ ഉള്ളേ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ ഇല്ലാതെ അവരെ ചൂടാക്കും. അതിനാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പഠിച്ചോ, കാൽസിനേഷൻ റെഫേഴ്സ് ടു ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓർ ദ ആബ്സെൻസ് ഓഫ് ദ എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് താഴെയുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡ്, നമ്മുടെ പരിപാടി എന്താണ്? ഓക്സൈഡ് ആക്കി മാറ്റുക എന്നാണ്. അപ്പൊ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറി. സിങ്ക് ആകുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. അപ്പൊ അതിനകത്തുള്ള കാർബൺ കണ്ടന്റ് ആവശ്യമില്ലാത്തത് പോയി കിട്ടി, ഓക്സിജൻ മാത്രമായിട്ട് മാറി. അപ്പൊ ഓക്സിജൻ മാത്രമുള്ള രൂപത്തിൽ നമുക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ? അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് മെത്തേഡ് കാൽസിനേഷൻ. അപ്പൊ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ പരിമിതമായ അളവിലോ അല്ലാതെ ലിമിറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ എന്താണ് അസാന്നിധ്യത്തിലോ നമ്മൾ എന്താണ് ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന, അതായത് അതിന്റെ മെറ്റൽ ഉരുകി പോവല്ല, മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ ഈ പറയുന്ന ഓക്സിജൻ മാത്രം ഇവന്റെ കൂടെ നിൽക്കുകയും ബാക്കി അഡീഷണലി ഉണ്ടായിരുന്ന ആൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഇനി ഓക്സിജനെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി, ബാക്കിയുള്ളവൻ എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു. ഈ മെത്തേഡാണ് കാൽസിനേഷൻ. ഇനി ഈ പറയുന്ന മെറ്റല് ഓക്സിജൻ ഇല്ലാത്ത മറ്റാരെങ്കിലുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? സൾഫൈഡുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. ഉദാഹരണം സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്. ടെസ്റ്റിലുള്ള ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഓക്സിജൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം? ഓക്സിജന്റെ പ്രസൻസിൽ തന്നെ അങ്ങ് ചൂടാക്കാം. നമ്മൾ കപ്പലടിയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പൊ കാൽസിനേഷനിൽ ഓക്സിജൻ ഇല്ലാതെയും റോസ്റ്റിംഗിൽ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ചൂടാക്കും. ഓക്സിജൻ ഉള്ള കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണെങ്കിൽ നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കും. എന്നാൽ സൾഫൈഡ് ആകുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഇല്ല. അപ്പൊ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കിയപ്പോഴേ എന്ത് പറ്റുള്ളൂ? ഈ പറയുന്ന സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്ന് അങ്ങ് പോയിട്ട് മെറ്റലിനോടൊപ്പം ഓക്സിജൻ മാത്രമായിട്ട് നിൽക്കും. നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ എന്ത് പറ്റും? പ്ലസ് എന്താണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ബാലൻസിങ് ഒന്നും വേണ്ട, അത് ചുമ്മാ എഴുതാം. PbO പ്ലസ് എന്താണ്? നമുക്ക് SO2 ആയിട്ട് കിട്ടും. കിട്ടിയോ? കിട്ടി. അപ്പൊ നമുക്ക് വേറൊരു ഗുണമുണ്ട് ഇതിനകത്ത്. എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഇവിടെ വേപ്പർ ആയിട്ട് പോയിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡിനെ കിട്ടും. മെറ്റൽ ഓക്സൈഡേ കിട്ടിയുള്ളൂ, മെറ്റൽ ആയിട്ടില്ലേ? മെറ്റൽ ഓക്സൈഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സംഭവം ഓക്കെ ആണല്ലോ? നോക്കാമല്ലോ. അവൻ നോട്ട് എടുത്തോ. അപ്പൊ നോക്കിക്കോ, ദ ഫസ്റ്റ് പരിപാടി കാൽസിനേഷൻ. എന്ത് ചെയ്യും? ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ദ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓർ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. മെറ്റൽ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ആണ് ഇങ്ങനെ ചെയ്യുന്നത്. കാൽഷ്യവും സിങ്കും ഉദാഹരണമാണ്, പഠിച്ചോളണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അടുത്ത് വരുന്നതാണ് ഇത് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പരിപാടി? നമ്മൾ ഓക്സിജന്റെ പ്രസൻസിലാണ് ചൂടാക്കുന്നത്. കാരണം ഇവിടെ സൾഫൈഡുകളാണല്ലോ, സൾഫൈഡിൽ ഓക്സിജൻ ഇല്ലല്ലോ. അപ്പൊ പരിപാടി ഈസി ആണല്ലോ. അപ്പൊ നമുക്ക് വാട്ടർ കണ്ടന്റ് മാറി കിട്ടും. ബാലൻസ്ഡ് റിയാക്ഷൻ ഇവിടെ കിടപ്പുണ്ട്, ഓർത്തു വെച്ചു. ഓക്കെ, ഓർത്തു വെച്ചു. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മെറ്റലിന്റെ ഓക്സൈഡ്. അപ്പൊ അടുത്ത പ്രോസസ് എന്താ? ഓക്സൈഡ് കിട്ടിയല്ലോ. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ആരെ കൂടി മാറ്റിയാൽ മതി? ഓക്സിജനെ കൂടി മാറ്റിയാൽ മതി. ഓക്സിജനെ മാറ്റുന്നതിനാണല്ലോ നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യിക്കും. കാർബൺ അതുപോലെ ഇവിടെ കിടക്കുന്ന നമ്മുടെ ചോക്ക് അല്ലെങ്കിൽ കോക്ക് എന്ന് പറയുന്ന സാധനമൊക്കെയാണ് എന്ത്? നല്ല റെഡ്യൂസിങ് ഏജന്റുകൾ. അതായത് എന്ത് പറ്റും? അവൻ ഓക്സിജനെ അങ്ങ് വാങ്ങിച്ചു. അതായത് റെഡ്യൂസിങ് ഏജന്റ് ഓക്സിജനെ വാങ്ങി നടത്തുമല്ലോ. ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് ഓക്സൈഡിനോടൊപ്പം കാർബൺ ചേരുമ്പോൾ എന്ത് പറ്റും? സിങ്ക് ഓക്സൈഡിനോടൊപ്പം കാർബൺ ചേരുമ്പോൾ ഈ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ഭയങ്കര ഇഷ്ടമാണ് സിങ്കിനേക്കാൾ. അപ്പൊ അവർ ചേരുന്നു, സിങ്കിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമുക്ക് പ്യുവർ മെറ്റലിനെ കിട്ടും. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ഇവിടെ കാർബൺ. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കോക്ക് എന്താണ്? കാർബണിന്റെ തന്നെ ഒരു അലോട്രോപ്പ് ആണ്. അതുപോലെ കാർബൺ മോണോക്സൈഡ് ഓർത്ത് വെച്ചോ. റെഡ്യൂസിങ് ഏജന്റ് ആരൊക്കെയാണ്? ഒന്നുകിൽ കോക്ക് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ളവ. എന്ത് പറ്റും? മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയി, ശ്രദ്ധിച്ചോളെ, ഹൈലി റിയാക്റ്റീവ് അല്ല, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയി മെറ്റൽ ആയിട്ടുള്ള സിങ്ക് ടിന്നിൽ നിന്നൊക്കെ എന്ത് പറ്റും? ഓക്സിജനെ റിമൂവ് ചെയ്യുന്നു. കാരണം കാർബൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ കാർബൺ ഓക്സിജനെ റിമൂവ് ചെയ്യുന്നു, അങ്ങനെ മാറും. പക്ഷേ തീർന്നു, മോഡറേറ്റ്ലി റിയാക്റ്റീവിന്റെ കാര്യം തീർന്നു. ഇനി ഇവിടെ പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, സോഡിയം പൊട്ടാസ്യം പോലെയുള്ളവർ നമ്മൾ ഈ മെത്തേഡുകളൊന്നും വെച്ച് ചെയ്താൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കറണ്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസ് വഴിയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. സെറ്റ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, റോസ്റ്റിംഗ് മനസ്സിലായല്ലോ. അടുത്തെന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന റെഡ്യൂസിങ് ഏജന്റുകളായിട്ടുള്ള കാർബൺ അല്ലെങ്കിൽ കോക്ക്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനായിട്ട്. ചില അലുമിനിയത്തിന് വരെ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്
പറ്റും. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാർബൺ ആണ്. എന്നാൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറ്റത്തില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോ, മുകളിലത്തെ സമയം എടുത്ത് കാണത്തില്ല, അതും കൂടി ഒന്ന് എടുത്തോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? പ്യുവർ മെറ്റൽ കിട്ടി. കിട്ടിയെങ്കിൽ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാവോ? ഇലക്ട്രോളിസിസ് വഴി നമ്മൾ ഏത് മെറ്റലാണ് മാറ്റുന്നത്? നമ്മുടെ സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് അല്ലെ ക്രിയാശേഷി കൂടിയ ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് വഴി മാറ്റുന്നത്. അടുത്ത് കോക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മോഡറേറ്റ് അല്ലെ, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ അത് വെച്ച് മാറ്റുന്നത്. എന്നാൽ ആരെയാണ് നമ്മൾ ഈ പറയുന്ന കൺട്രോൾഡ് ഹീറ്റിംഗ് വഴി മാറുന്നത്? ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് അല്ലെ, ലീസ്റ്റ് റിയാക്റ്റീവ്. ഏതൊക്കെ? നമ്മുടെ മെർക്കുറി പോലെയുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റും. സ്വന്തമായിട്ട് ഇത് എഴുതാൻ കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു. അപ്പൊ ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകിമിനിക്കിയ ഓർഡർ നമുക്ക് കിട്ടി. നമുക്കതിനെ എന്താക്കണം? നമുക്ക് അതിൽ നിന്ന് പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എന്ത് ചെയ്യും? നമ്മൾ അത് ഏതൊന്ന് നോക്കും. ഹൈലി റിയാക്റ്റീവ് ആണോ, മോഡറേറ്റ് ആണോ, ലീസ്റ്റ് ആണോ? ലീസ്റ്റ് ആണെങ്കിൽ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ചൂടാക്കി മാറ്റും. എന്നാൽ മോഡറേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. അടുത്ത ഓക്സൈഡ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കണം. ഓക്സൈഡ് ആക്കി മാറ്റാൻ ഓക്സിജൻ ഉള്ള ആളാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? കാൽസിനേഷൻ ഉപയോഗിക്കും. സൾഫൈഡ് ആണുള്ളതെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കും. രണ്ട് വഴി കൂടി നമുക്ക് മെറ്റലിന്റെ ഓക്സൈഡിനെ കിട്ടും. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? നമ്മൾ കാർബൺ പോലെയുള്ള അല്ലെ, കോക്ക് പോലെയുള്ള, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. ഇനി ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ പറ്റത്തില്ല, ഇലക്ട്രോളിസിസ് വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് അലുമിനിയം, സിങ്ക്, അയൺ അതുപോലെ എന്താണ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. വിച്ച് മെറ്റൽ ഫോംസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്? നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആയ ആൾക്കാരായിരിക്കും എപ്പോഴും സ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോളിസിസ് വഴി ഇപ്പോൾ മാറ്റേണ്ടതും ഈ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളവരെ ആയിരിക്കും. സിങ്കിനെ ഇതിൽ നിന്ന് ആർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? അലൂമിനിയം. മുകളിലുള്ള ആൾക്ക് താഴെയുള്ള ആളിന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുവഴിയുള്ള ഏറ്റവും റിയാക്റ്റീവ് താഴോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. വിച്ച് മെറ്റൽ ഇസ് ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്? ഏതായിരിക്കും? ഗോൾഡ് ആയിരിക്കും. കാരണം ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയ ആളെ കാണത്തുള്ളൂ. പഠിച്ചത് വെച്ച് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? വിച്ച് മെറ്റൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് യൂസിങ് കാർബൺ? കാർബൺ വെച്ച് ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് സിങ്കിനെയും വേണമെങ്കിൽ അയണിനെയും പോലെയുള്ള നടുക്ക് കാണുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നപ്പോൾ പിടികിട്ടിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണം. ഓക്കെ, നല്ല കമന്റുകൾ വേണമെങ്കിൽ ഇട്ടോ, കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്തുവാണ്? റിഫൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാ അല്ലേ? ആദ്യം എർത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ നിന്നുള്ള ഓക്സൈഡിനെ കാർബണേറ്റിനെ ഒക്കെ മാറ്റി, ഇനി വീണ്ടും എന്താ റിഫൈനിങ്? ഇതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ചില പ്രത്യേകപ്പെട്ട ഇമ്പ്യൂരിറ്റീസ് ഇവിടെ എന്ത് ചെയ്യും? കാണും. സിമ്പിൾ ടോപ്പിക്കാണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റി അല്ലെ, നമ്മൾ ഈ പറയുന്ന മെറ്റൽ എക്സ്ട്രാക്ട് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ മേ കണ്ടെയ്ൻ അതർ എലമെന്റ്സ് ഓർ ദെയർ കോമ്പൗണ്ടസ് ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ ചില ഇമ്പ്യൂരിറ്റീസ് കാണും. അപ്പൊ ഈ വന്ന ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റിഫൈനിങ് പരിപാടി ചെയ്യും. അപ്പൊ റിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒന്ന് മാറ്റി എന്ത് ചെയ്യണം? മാറ്റണം. അതായത് കെമിക്കൽ റിയാക്ഷൻ വേണമെന്നില്ല, നമുക്കല്ലാതെ ഫിസിക്കൽ മെത്തേഡ് വഴി തന്നെ നമുക്ക് ചെയ്യുന്നതാണ് ഈ റിഫൈനിങ് എന്ന് പറയുന്നത്. 3 പരിപാടികളേ ഉള്ളൂ. എത്ര പരിപാടികളേ ഉള്ളൂ? 3 ഉള്ളൂ. ഏതൊക്കെയാണ്? എന്തുകൊണ്ട് നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ്. സ്ക്രീൻഷോട്ട് എടുത്തോ. നേരത്തെ നമ്മളെ ടേബിളിൽ കണ്ട ചോദ്യമല്ലേ, അതിന്റെ ഉത്തരങ്ങളാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നോട്ടിലോട്ട് എഴുതിക്കോളുക. നോട്ട് എഴുതി പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ, വെറുതെ PDF മാത്രം നോക്കുന്നതല്ല. കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയമല്ലേ, നമുക്ക് പരീക്ഷ എടുക്കാറാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നോട്ടൊക്കെ എഴുതി പോവാം. പരീക്ഷ ആവാറാവുമ്പോൾ നമുക്ക് റിവിഷൻ നോട്ടൊക്കെ വെച്ച് പഠിക്കാം. അപ്പൊ റിഫൈനിങ് 3 മെത്തേഡാണ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, മെറ്റലിന്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് മാറ്റാം. 3 മെത്തേഡും: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. നോക്കാലോ. മലയാളത്തിൽ നമ്മൾ അതിന് എന്ത് പറയും? മലയാളത്തില് നമ്മള് ഓക്കെ, ബാക്കി മെത്തേഡൊക്കെ സംഭവം മനസ്സിലായി കാണുമല്ലോ. വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിന്റെ മലയാളമാണ്. ബാക്കിയൊക്കെ പിടിയിട്ട് കാണുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ്? 1 ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ. അപ്പൊ മലയാളം കൂടി നിങ്ങൾ സത്യം പറഞ്ഞാൽ മലയാളം മീഡിയം കുട്ടിയൊക്കെ യൂസ് ആണ്, ഇംഗ്ലീഷ് മീഡിയം കാരണം ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. ലിക്വേഷൻ ലിക്വിഡ് ആക്കി മാറ്റിയെടുക്കുന്നു, ഉരുക്കി വേർതിരിക്കൽ. ഡിസ്റ്റിലേഷൻ സ്വദനം. ഓക്കെ, എന്താണ് സ്വദനം? 3ാമത്തെയാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അഥവാ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. സംഭവം നോക്കാം ഓരോന്നായിട്ട്. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പടം കാണിച്ചെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ലിക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും നോക്കടാ. നമ്മൾ എടുക്കുന്ന മെറ്റൽ ആള് പെട്ടെന്ന് ഉരുകുന്ന ടൈപ്പാണ്, അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടിന്ന്, ലെഡ് പോലെയുള്ള മെറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കും? ലിക്വേഷൻ ഉപയോഗിക്കും. അപ്പൊ ലിക്വിഡ് ആക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഉരുകി ലിക്വിഡ് ആകുന്ന ആളല്ലേ ലിക്വേഷൻ ചെയ്യാൻ എളുപ്പം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പ്യൂർ മെറ്റലിനെ അങ്ങോട്ട് എടുക്കും, താഴെ കൊണ്ട് മൂട്ടിൽ ഫുൾ എന്താണ്? തീയാണ്, തീ, ചൂട്.
അപ്പൊ ഇമ്പ്യൂരിറ്റിയെക്കാളും പെട്ടെന്ന് ആദ്യം ആര് തന്നെ ഉരുകും? ഈ മെറ്റൽ തന്നെ അങ്ങ് ഉരുകും. ഉരുകി ഒലിച്ച് എന്ത് ചെയ്യും? ദേ വന്ന് വീഴും. നമുക്ക് ഇവിടുന്ന് പ്യുവർ മെറ്റലിനെ കിട്ടും. അപ്പൊ ഇതാണ് ലിക്വേഷൻ. അപ്പൊ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകളെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോപ്പിംഗ് സർഫസിൽ നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ വെച്ച് ചൂടാക്കും. അപ്പൊ ഈ പ്യുവർ മെറ്റൽ പെട്ടെന്ന് ഉരുകി എന്ത് ചെയ്യും? താഴേക്ക് വന്ന് വീഴുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലിക്വേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ലിക്വേഷൻ എന്ന് പറയും. സെറ്റ് അല്ലേ? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന എന്താണ് നമ്മൾ ഈ പറയുന്ന എന്താണ്? ഉരുകാനുള്ള ടെമ്പറേച്ചറാണല്ലോ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർ ചെയ്യും. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഡിസ്റ്റിലറീസ് മദ്യമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ആളുണ്ടല്ലോ, നമ്മുടെ വേണ്ട മെറ്റൽ, അവന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലൊരു കുപ്പിക്കകത്ത് വെച്ചിട്ട് അങ്ങ് ചൂടാക്കും. ഇത് കറണ്ട് ചൂടാക്കുന്ന ഫർണസാണ്. ചൂടാക്കുമ്പോൾ എന്ത് പറ്റും? ഇവന്റെ ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ, പെട്ടെന്ന് ബോയിലാവും. ബോയിലായിട്ട് നീരാവിയായിട്ട് മാറും. അറിയാമല്ലോ, ഒരു ലിക്വിഡ് നേരെ നീരാവിയാവുന്ന ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഇവർക്ക് പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റ് പെട്ടെന്ന് ബോയിലാവും. അപ്പൊ എന്ത് പറ്റും? ഇവർ നീരാവിയായിട്ട് മാറിയിട്ട് നേരെ ഈ നീരാവിയെ നമ്മൾ തണുപ്പിച്ച് ശുദ്ധമായ മെറ്റൽ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ പ്യുവർ മെറ്റൽ വേപ്പറൈസ് ചെയ്യും, കണ്ടൻസ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ കിടന്നോളും. നമുക്ക് ഈ പ്യുവർ മെറ്റൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കിട്ടും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ മൂന്നാമത്തെ മെത്തേഡ്, ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ എടുത്ത് പറയുന്നത് സാരം ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലിറ്റിക്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നടത്തിയെടുക്കുന്നതാണ് എന്ത്? ഇലക്ട്രോലിറ്റിക്സ് എല്ലാം നടക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇംപ്യൂർ, നമുക്ക് ശുദ്ധീകരിക്കേണ്ട ഇംപ്യൂർ മെറ്റൽ നമ്മൾ എന്തായിട്ട് എടുക്കും? ആനോഡായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ശുദ്ധമായി വേണ്ട സാധനത്തിന് ഒരല്പം, ഇത്രയൊന്നുമില്ല, ഒരു ചെറിയ അളവിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് കറണ്ട് കൊടുക്കും. എന്ത് പറ്റും? ഇത് ഇവൻ ആനോഡ് അല്ലേ, ഓർമ്മയുണ്ടല്ലോ. എന്ത് പറ്റും? ഈ പറയുന്ന മെറ്റല് എന്ത് പറ്റും? മെറ്റൽ അയോൺ ആയിട്ട് മാറുന്നു. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ പറയുന്ന മെറ്റല് നേരെ പോയിട്ട് ഈ പറയുന്ന മെറ്റൽ അയോൺ നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ വെച്ച് ഇവനുമായിട്ട് ചേർന്നിട്ട് ഇതാ ഒരു ലെയർ ആയിട്ട് അങ്ങോട്ട് മാറും. സോ ഓൺ പാസിംഗ് ദ ഇലക്ട്രിക് കറന്റ് ദ പ്യുവർ മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് ദ കാഥോഡ്. ആനോഡിൽ നിന്ന് മെറ്റൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആനോഡിൽ നിന്ന് മെറ്റൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അത് കാഥോഡിൽ വെച്ചിട്ട് ഈ പറയുന്ന ആളുമായിട്ട് ചേർന്നിട്ട് മെറ്റലായിട്ട് മാറുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ഇലക്ട്രോളിസിസിൽ അല്ല ഇലക്ട്രോളിറ്റിക്സിൽ നമ്മൾ സെയിം സാധനം പഠിച്ചു. ഇവിടെ പഠിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ പഠിച്ചു എന്ന്? ഓർക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത്. നമ്മൾ ഇതേ പ്രോസസ്സ് പഠിച്ചു അല്ലെ. ഇവിടുന്ന് മെറ്റൽ ഇളകുന്നു, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ആകുന്നു. അപ്പൊ ഇതാണ് ഇലക്ട്രോളിറ്റിക്സ്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ അത് ഇംപ്യൂർ മെറ്റലിനെ ആനോഡായിട്ട് എടുക്കും, നമുക്ക് വേണ്ട പ്യുവർ മെറ്റലിനെ കാഥോഡായിട്ട് എടുക്കും. അപ്പൊ ഇവിടെ നിന്നുള്ള ഇംപ്യൂരിറ്റീസിനെ മാത്രം ഇവിടെ ഇങ്ങനെ ബാക്കിയിട്ടിട്ട് പ്യുവർ മെറ്റൽ നേരെ കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റലിനെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പൊ ലിക്വേഷൻ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവർക്ക്, ഡിസ്റ്റിലേഷൻ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളവർക്ക്. എന്നാൽ അടുത്ത് വരുന്നതാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് അത് രണ്ടുമല്ല. ഫോർ എക്സാമ്പിൾ കോപ്പർ, സിങ്ക് പോലെയുള്ളവരെയാണ് നമ്മൾ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നത്. കോപ്പർ, സിങ്ക് പോലെയുള്ളവരെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. തെറ്റല്ലേ? സോ ഇത്രയും പറയുമ്പോഴത്തേക്കും നമുക്ക് പ്യൂരിഫിക്കേഷൻ തീർന്നു. അതായത് നമ്മൾ എക്സ്ട്രാക്ഷൻ, അത് കോൺസെൻട്രേഷൻ, അതുപോലെ പ്യൂരിഫിക്കേഷൻ, എക്സ്ട്രാക്ഷൻ, പ്യൂരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു ശുദ്ധമായ മെറ്റീരിയൽ നമുക്ക് കിട്ടി. ഇനി ഇത് വളരെ തിയറിറ്റിക്കലായി പറഞ്ഞ മെത്തേഡ്. ഇനി ഇത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യും? ഇരുമ്പിനെ എങ്ങനെ മാറ്റും? കോപ്പറിനെ എങ്ങനെ മാറ്റും? അലൂമിനിയത്തിനെ എങ്ങനെ മാറ്റും? അത് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. അത് ഇച്ചിരി പണിയുണ്ട്. അതാ കണ്ടോ, ബ്ലാസ്റ്റ് ഫർണസിനകത്തൊക്കെ എങ്ങനെയാണത് പോകുന്നതെന്നൊക്കെയുള്ള മെത്തേഡ്സ് ഒക്കെ പഠിക്കണം. കുറച്ചുണ്ട് അല്ലെ. നമുക്കത് ഇന്നത്തെ ക്ലാസ് ഞാൻ എന്തായാലും പഠിപ്പിക്കുന്നില്ല. ഇത് ഒരു മെറ്റൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് തീരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. നിങ്ങൾക്ക് നോക്കാം. സോ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ.